أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും അവന്റെ വിധിവിലക്കുകളും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് 66-ാമത്തെ ആയം, സൂറത്ത് തഹരീമിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഉണർത്തിയ ഒരു കാര്യമാണ് സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ സ്വശരീരങ്ങളെ കാത്തുകൊള്ളണം, വ അഹ്ലീകും, നിങ്ങളെ കുടുംബത്തിന്റെയും നാറൻ, നരകത്തിൽ നിന്ന്. എന്നിട്ട് ആ നരകത്തിന്റെ വിശേഷണമായി അല്ലാഹു പറഞ്ഞു, വഖൂദുഹ, ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് അന്നാസു വൽ ഹിജാറ, നമ്മളാകുന്ന മനുഷ്യന്മാരും അതുപോലെ തന്നെ കല്ലുകളുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. അലൈഹ മലായിക, ആ നരകത്തിന് അതിന്റെ കാവൽക്കാരായുള്ള മലായിക്കത്തുകൾ ഗിലാദുൻ ഷിദാദ്, അവർ രണ്ട് വിശേഷണങ്ങളാണ്. അവര് പരുഷ സ്വഭാവക്കാരാണ്, അതുപോലെ തന്നെ അതിശക്തന്മാരുമാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത് അത് പ്രാവർത്തികമാക്കുന്നവരും അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ ധിക്കരിക്കാത്തവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ താക്കീത് നൽകുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റു ആയത്തുകൾ ശ്രദ്ധിക്കുന്നത് പോലെ വളരെയേറെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കേണ്ട ഒരായത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ വെറുതെ ദുനിയാവിലേക്ക് പറഞ്ഞയക്കുകയല്ല ചെയ്തത്, മറിച്ച് പറഞ്ഞയക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ സൂക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാരുണ്യമെന്നോണം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നോക്കിയാൽ നമ്മളും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, കുടുംബവും നരകത്തിന്റെ വിഷയത്തിൽ എത്രമാത്രം വിട്ടുനിൽക്കാൻ പര്യാപ്തമായ ജീവിത രീതിയാണ് നമ്മളിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാം അറിയേണ്ടത്, ഇന്ന് സ്വന്തം ശരീരത്തിലോ സ്വന്തത്തിലോ കുടുംബത്തിലോ സമൂഹത്തിലോ കാണുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം ദീനു പഠിക്കാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കാരണം കഴിഞ്ഞ ഖുതുബയിൽ നമുക്കറിയാം, അതൊരു വിഷയത്തിന്റെ പൂർത്തീകരണമായിട്ടില്ല. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ച് ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തു. അതിന്റെ പിന്നിലെ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു അമുസ്ലിമുമായി ദീർഘകാലത്തെ അവിഹിത ബന്ധം, അതിനിടയിൽ കല്യാണം കഴിച്ചു ഒരു കുട്ടി ഉണ്ടായിട്ടും അവിഹിത ബന്ധം, അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് നമ്മൾ കാണുന്ന പുതിയൊരു വാർത്തയുണ്ട്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ,
സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് വെറുതെ അല്ല. ഇന്നൊരു മുസ്ലിം സമൂഹത്തിൽ ഒരു പെണ്ണ് വരും ദിവസങ്ങളിൽ ഏതോ ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു താക്കീതുണ്ട്. സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. ഈ 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ആ നിഷിദ്ധമാക്കിയ വിഭാഗത്തിൽ ഒരാളാണെന്നറിയോ? ആ വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അദ്ദയ്യൂസ് എന്നാണ്. 3 വിഭാഗങ്ങളിൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയ ഒരു വിഭാഗം ദയ്യൂസാണ്. ആ ദയ്യൂസാരാ എന്നിട്ട് റസൂൽ പറഞ്ഞു അല്ലദീ യുഖിറു ബിഹി അഹ്ലിൽ ഖബർ. സ്വന്തം കുടുംബത്തിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കുടുംബനാഥൻ ദയ്യൂസാണ്. അവന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കിയതാണ്. നിങ്ങൾ നോക്ക്, നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കുറെ യൂട്യൂബർമാരാണ്. അതിൽ അമുസ്ലിങ്ങളായ ആളുകൾ എത്ര കാണാൻ സഹോദരങ്ങൾ? ഏറ്റവും കൂടുതലാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. അതിന് എല്ലാത്തിനും ഭർത്താവും അതുപോലെ തന്നെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളും ആങ്ങളമാരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണ്. ഈ കൂട്ടുനിൽക്കലിനാണ് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് അവർ ദയ്യൂസുകളാണ്. എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന കുടുംബനാഥൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. പരസ്യമായി കടലോരത്ത് ചെന്ന് ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പെണ്ണ് പറയാണ്, ഇതാ വരുന്ന ദിവസങ്ങളിൽ ഒരു ടീം, ആ ടീം ജയിച്ചു കഴിഞ്ഞാൽ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് കടലിലേക്ക് തുള്ളി മരിക്കും. ഇതാണ് ഇന്ന് ഈ ഉമ്മത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സ്വഹാബികൾ മുതൽ നൽകിയ ചില തഫ്സീറുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ഈ ആയത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല നൽകിയ വിശദീകരണം എന്താണെന്നറിയോ? അല്ലിമു അഹ്ലീകും ഖൈറ. ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്നുള്ള ഈ ആയത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് നൽകിയ തഫ്സീർ അല്ലിമു അഹ്ലീകും ഖൈറ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഖൈർ, നന്മ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ദീന് പഠിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, ഇടക്കാലത്ത് ഒരു 10, 25 വർഷം 30 വർഷം മുമ്പിൽ അങ്ങോട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ദീന് പഠിക്കുന്ന തീരെ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒന്നും അറിയില്ല, ദീന് പഠിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലേ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും ആ കുടുംബങ്ങളിൽ ഇത്രമാത്രം തോന്നിവാസം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നോ? ആദ്യകാല സമൂഹങ്ങളിൽ ഇത്രമാത്രം തോന്നിവാസികളായ സമൂഹം ഉണ്ടായിട്ടുണ്ട്. അവർ കാര്യമായിട്ട് ദീനു പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവസ്ഥ മാറി. ഇന്ന് ഓരോരുത്തരും, പ്രത്യേകിച്ച് കുടുംബിനികളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചു പറയുവാനുള്ളത് അവർ ഏറ്റവും നന്നായി ദീനു പഠിക്കണമെന്നുള്ളതാണ്. കാരണം ഇന്നിന്റെ ലോകം അങ്ങനെയാണ്. എല്ലാ മേഖലയിലും, വിശ്വാസ രംഗത്താകട്ടെ, ധാർമ്മിക രംഗത്താകട്ടെ, ഏതേത് മേഖലകൾ നോക്കിയാലും ആളുകൾ നശിക്കാനും ദുഷിക്കാനുമുള്ള സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പഠനം എന്നുള്ളത് അനിവാര്യമാണ്. അല്ലിമു അഹ്ലീകും ഖൈറ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിന് നന്മ പഠിപ്പിക്കണം, ദീനു പഠിപ്പിക്കണം എന്നുള്ള ആ കൽപ്പന നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, വളരെ സന്തോഷകരമായ ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദിൽ 60ഓളം ഉമ്മമാർ, മക്കൾ, സഹോദരിമാർ ദീനു പഠിക്കാൻ, ഇത് നല്ലൊരു പ്രതീക്ഷയാണ് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തുമാറാകട്ടെ. പഠിച്ചത് അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും പകർത്തുവാനുള്ള ഒരു സാഹചര്യവും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതോടൊപ്പം അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ചെറിയൊരു കാര്യമല്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹാബ വനിതകൾ ഇന്ന് നമ്മുടെ പള്ളിയിലുള്ള പെണ്ണുങ്ങളെ പോലെയായിരുന്നു. അവർ ദീനു പഠിക്കാൻ പ്രത്യേകം അവർ ശ്രദ്ധിച്ചിരുന്നതാണ്, അവർ ചോദിച്ചു പഠിച്ചിരുന്നതാണ്. ഹദീസിൽ കാണാം, ഒരു പെണ്ണ് എന്ത് ചെയ്തു? സഹാബ അഭിനന്ദനപ്പെട്ട ഒരു പെണ്ണ് റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഹബ റിജാലു ബിഹദീസിക്, പറഞ്ഞാൽ ആണുങ്ങളൊക്കെ അങ്ങയുടെ അടുത്തുനിന്ന്
ധാരാളം ദീനു പഠിക്കാൻ, അവർ പരമാവധി സമയം അങ്ങോടൊപ്പം ചെലവഴിക്കാൻ. താങ്കൾ കൂടെ ഒരുപാട് സമയം ഇരുന്നവര് എന്ത് ചെയ്യുന്നു? നിങ്ങളെടുത്ത കാര്യങ്ങൾ പരമാവധി സമയം ചെലവഴിച്ച് അവർ പഠിച്ചു പോകുന്നു. എന്നിട്ട് സഹാബ ബന്ധുകൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ദിവസം നിങ്ങൾ നിശ്ചയിച്ചു തരണം. നബിയെ, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ച ദീന് ഞങ്ങൾക്കും ഒന്ന് പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്കും ഒരു ദിവസം നിശ്ചയിച്ചു തരണം എന്ന് സഹാബ വനിതകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അവർക്ക് ദീനു പഠിക്കാനുള്ള താല്പര്യമാണ്. ഈ ഹദീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീത്തിലാണ് പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ 3 മക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ അവർക്ക് നരകത്തിൽ നിന്ന് കാവലാണ് എന്നുള്ള ഹദീത്ത് അല്ലാഹുവിന്റെ റസൂൽ ഈ സ്വഹാബ വനിത ചോദിച്ച് അവർക്കൊരു സമയം നിശ്ചയിച്ച് ആ പഠിപ്പിച്ച ഹദീത്തിലാണ് ഈ ഹദീത്ത് ഉള്ളത്. കൂട്ടത്തിൽ ഒരു സ്ത്രീ ചോദിച്ചു, നബിയെ, എങ്കിൽ 2 മക്കളാണ് മരിച്ചതെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 മക്കൾ എന്ന് പറഞ്ഞാൽ 3 മക്കൾ മരിച്ച മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? നരകത്തിൽ നിന്ന് ഈ മക്കൾ മറയാം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും 2 മക്കൾ മരിച്ചു പോയാൽ അവർക്കും എന്താണ്? നാളെ പരലോകത്ത് ആ മക്കൾ നരകത്തിലുള്ള ഒരു കാവലാണ് എന്ന് ഈ ഹദീസിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മതം പഠിക്കാൻ സഹാബ വനിതകളുടെ താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഉമ്മി സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ പറഞ്ഞു, ഖാലത് ജാഅത് ഉമ്മി സുലൈം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ പറയാണ്, ഉമ്മി സുലൈം ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹഖ് പറയുന്നതിൽ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അല്ലെ, ദീനിന്റെ അഹ്കാമുകൾ നോക്കും. അള്ളാഹു അത് ലജ്ജിക്കുകയാണെങ്കിൽ പല ഹുക്കുമകളും പല വിധികളും നമുക്ക് പഠിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു ലജ്ജയും ഇല്ലാതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഉമ്മി സുലൈം റസൂൽ ചോദിച്ചു, ഫഹൽ അലൽ മർഅതി ഗുസ്ലുൻ ഇദാ ഇഹ്തലമത്. നബിയെ, എങ്കിൽ ഞങ്ങൾക്ക് സ്ത്രീകളായ ഞങ്ങൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ ഞങ്ങൾ കുളിക്കേണ്ടതുണ്ടോ? ഫഖാല, റസൂൽ പറഞ്ഞു, നഅം ഇദാ റഅതിൽ മാ. ഇന്ദ്രിയം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ സ്ത്രീകൾ കുളിക്കണം. ഈ ഒരു ഹുക്മ് ഇന്നത്തെ സ്ത്രീകൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? സ്വഹാബ വനിതകൾ അവർ ദീനു പഠിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പഠിക്കാൻ താല്പര്യപ്പെട്ടത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരിമാരെ, നിങ്ങൾ നോക്ക്, ഇന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദുമായി ബന്ധപ്പെട്ട്, നിഫാസുമായി ബന്ധപ്പെട്ട്, ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ട ഫിഖ്ഹി മസലകൾ ചോദിച്ചു നോക്ക്. ഒരുപാട് അജ്ഞതയിലാണ് ഇന്നത്തെ സ്ത്രീകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും അവരുടെ ഇബാദത്തുകളെ ബാധിക്കുന്ന വിഷയമാണ്. എപ്പോഴാണ് അവർക്ക് ഇബാദത്ത് തുടങ്ങുന്നത് അത് പലപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ ചോദിക്കാനും പഠിക്കാനും ഇന്നിന്റെ സ്ത്രീകൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹ മുഹാജിർ അൻസാരികളായ സ്ത്രീകളെ പുകഴ്ത്തി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നിഅമൻ നിസാഉ നിസാഉൽ അൻസാരി. എത്ര അനുഗ്രഹീതരായ സ്ത്രീകളാണ് അൻസാരികളായ സ്ത്രീകൾ. എന്നിട്ട് അവർ പറഞ്ഞു, ലം യംനഉഹുന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ. അവരൊരിക്കലും ദീനു പഠിക്കുന്ന കാര്യത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല? ഒരു ഹയാ, ഒരു ലജ്ജയും അവർ കാണിച്ചിട്ടില്ല. അറിയേണ്ട കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഒരു ലജ്ജയുമില്ലാതെ ദീനിന്റെ കാര്യങ്ങൾ അവർ ചോദിച്ചു പഠിച്ചവരായിരുന്നു അൻസാരി സ്ത്രീകൾ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വഹാബ വനിതകളെ പുകഴ്ത്തി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുടുംബിനികളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി ദീനു പഠിക്കേണ്ടതുണ്ട്. ഇത് പ്രത്യേകം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അല്ലിമു നിസാഅകും സൂറത്തുൻ നൂർ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്ത്രീകളെ സൂറത്ത് നൂർ പഠിപ്പിക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയാറുണ്ട്. കാരണം അതിന് വിശദീകരണം ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സ്ത്രീകളുടെ ഒരുപാട് അഹ്കാമുകളുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ സൂറത്ത് നൂറിലാണുള്ളത്. കാരണം നമുക്കറിയാം, ഇപ്പോ
പുരുഷന്മാരോടും സ്ത്രീകളോടും ചില കൽപ്പനകളുണ്ട്. അതിൽ സ്ത്രീകളുടെ കൽപ്പന എന്താ? ഖുൽ മുഅ്മിനാതി യഗ്ളുദന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന എന്ന് തുടങ്ങി സ്ത്രീകളെ നിങ്ങളെ കണ്ണുകൾ താഴ്ത്തണം, നിങ്ങളെ ഗുഹ്യാവ്യവസ്ഥാനം നിങ്ങൾ സൂക്ഷിക്കണം, അതേപോലെ തന്നെ നിങ്ങളെ വസ്ത്രം കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് നോട്ടത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ പവിത്രതയോടുകൂടി സൂക്ഷ്മതയോട് ജീവിക്കേണ്ട വിഷയം, അതുപോലെ തന്നെ അനുവാദം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിൽ ഈ കിംവദന്തികൾ പരത്തുന്ന വിഷയം അല്ലെ, ഉമ്മു ആയിഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചുണ്ടായ ആ വിഷയത്തിൽ അതിലുള്ള പാഠം സൂറത്ത് നൂറിലുണ്ട് എന്നുള്ള വസ്ത്രദാനം, വസ്ത്രവിധാനം, ഹിജാബ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ, അഹ്കാമുകൾ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നത് അല്ലിമു നിസാഅക്കും സൂറത്തുൻ നൂർ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ത്രീകൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞു, ഇതിന്റെ ഈ ആയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പ്രത്യേകം പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ മഖ്സദ് എന്ന് പറയുന്നത് ഒന്നാമതായി സ്ത്രീകളുടെ ലൈംഗിക വിശുദ്ധിയാണ്. അതേപോലെ തന്നെ അവരുടെ നഗ്നത മറക്കൽ അതിലുണ്ട്, അവർക്കുള്ള ഒരുപാട് മതവിധികൾ അതിലുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, സൂറത്ത് നൂറിന്റെ ആ ആയത്തുകളിൽ സ്ത്രീകളുടെ വസ്ത്രവിധാനത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് നോക്ക് നിങ്ങൾ, ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വസ്ത്രവിധാനത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടതാരാണ്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ നിന്ന് ഒഴിവാണ്. ഏറ്റവും കൂടുതൽ വസ്ത്രവിധാനത്തിൽ ഇസ്ലാമികമല്ലാത്ത വസ്ത്രവിധാനം സ്വീകരിക്കുന്ന ആളുകളാരാ? ഈ സമൂഹത്തിലെ സ്ത്രീകളാണ്. തല ഔറത്താണ്, മുടി ഔറത്താണെന്ന് പോലും അറിയാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവർക്ക് നിങ്ങൾ സൂറത്ത് നൂർ പഠിപ്പിക്കണം. കാരണം എന്താ? സൂറത്ത് നൂർ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറെ ഹദീസുകളുണ്ട് അല്ലെ. സ്ത്രീകളുടെ വസ്ത്രവിധാനവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം ആളുകൾ അവർ നരകത്തിന്റെ ആളുകളാണ്. റസൂൽ പറഞ്ഞത് ലം അറഹുമാ ഖത്ത്, അവരെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ട് വിഭാഗം അവർ നരകത്തിന്റെ ആളുകളാണ്, അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിൽക്കാലഘട്ടത്തിൽ വരാനുള്ള ആളുകളാണ്. അതിലൊരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി വിശദീകരിച്ചത് എന്നറിയോ? നിസാഉൻ, ആ നരകത്തിന്റെ ആളുകൾ ആരാന്നറിയോ? അതിലൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. ആ സ്ത്രീകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു കാസിയാത്തുൻ ആരിയാത്തുൻ, ആ പെണ്ണുങ്ങൾ അവർ നരകത്തിന്റെ ആളുകളായി പെടാനുള്ള കാരണം എന്നറിയോ? നിസാഉൻ കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷെ വസ്ത്രം ധരിച്ചിട്ടും അവരെന്താണ്? നഗ്നതകളാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ അവർ കൃത്യമായി മറച്ചിട്ടില്ല, പേരിന് വസ്ത്രമുണ്ട്. ഈ ഹദീസ് പോലെ ഇന്നത്തെ സമൂഹമായി തീർന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകൾ ഉണ്ട് എന്ന് റസൂൽ പറഞ്ഞു. മുമീലാത്തുൻ മായിലാത്തുൻ, അവരെ നടത്തം പോലും അള്ളാഹുവിന്റെ റസൂൽ പറയാണ് അവരെന്ത് ചെയ്യോ? പരപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ ചാഞ്ഞും ചെരിഞ്ഞുമാണ്. ഉലമാക്കൾ തഫ്സീറിൽ പറഞ്ഞു അന്യപുരുഷൻ ഹൃദയം കവരുന്ന, അന്യപുരുഷന്റെ നോട്ടം തന്നിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും അവർ നടന്നു പോകുന്നു എന്ന് മാത്രമല്ല, റൂസുഹുന്ന കഅസ്നിമതി ബുഖ്തിൽ മാഇല, വലിയ ഒട്ടകത്തിന്റെ പെരടിയിലുണ്ടാകുന്ന പൂഞ്ഞ പോലെയായിരിക്കും അവരുടെ തല. ഉലമാക്കൾ രണ്ട് രീതിയിൽ ഹദീസിനെ വിശദീകരിച്ചു. ഒന്ന്, സ്ത്രീകളുടെ മുടി തലക്ക് മേലെ വെച്ച് കെട്ടുക, ഇതുപോലെ ഒട്ടകത്തിന്റെ പിറടിയിലുള്ള പൂഞ്ഞ കാണുന്നത് പോലെ ആ രീതിയിൽ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? തലമുടി മേലെ കെട്ടാൻ പാടില്ല. ഈ ഹദീസിന്റെ ഭാഗമായി ഉലമാക്കൾ പറഞ്ഞു. രണ്ടാമത്തത് എന്താ? ഒട്ടകം നടക്കുമ്പോ പൂഞ്ഞെന്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യാൻ? നമ്മളെ നാട്ടിൽ പൊണിച്ച് നടക്കാന്നറിയില്ലേ, അന്യപുരുഷന്റെ അടുത്ത് കൂടി ആ രീതിയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചെരിച്ചു നടക്കുന്ന സ്ത്രീകളാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രവുമല്ല, അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞെന്നോ വലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. വലാ യജ്ദിന റീഹഹ, എന്ന് മാത്രമല്ല അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുകയില്ല. വ ഇന്ന റീഹഹ ലയൂജദു മസീറതു കദാ വകദാ, സ്വർഗത്തിന്റെ പരിമളമാകട്ടെ അത് വളരെ വിദൂരത്തിൽ ആസ്വദിക്കാൻ അനുഭവിക്കാൻ പറ്റുന്ന സംഗതിയാണ്, അതുപോലും ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ പറഞ്ഞെന്തോ
ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്ത്. ഈ തരത്തിലുള്ള വസ്ത്രം ധരിച്ച് ശരീരഭാഗങ്ങൾ പുറത്തു കാണിച്ച് അന്യപുരുഷൻ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞാൽ റസൂൽ പറയാണ് ഇൽഅനൂഹുന്ന, അവരെ നിങ്ങൾ ശപിക്കണം. കാരണം എന്നറിയോ? ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ടവരാണ് ഈ സമൂഹത്തിൽ. ഇത് അന്യമതസ്ഥരെ കുറിച്ചല്ല സഹോദരന്മാരെ സഹോദരിമാരെ പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചാണ്, നമ്മളെ ഭാര്യമാരെ കുറിച്ചാണ്, നമ്മളെ മക്കളെ കുറിച്ചാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വന്തം കാത്താ പോരാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. ഇതുപോലെ നമ്മുടെ മക്കളെ വസ്ത്രം ധരിപ്പിച്ച് ഏതെങ്കിലും ഒരു പരിപാടിക്ക് സഹോദരന്മാർ ഒരു പുരുഷന് കയറി ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഒരു കല്യാണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിനാണോ പോകുന്നത് അല്ലെങ്കിൽ ഫാഷൻ പരേഡിനാണോ? ഏതെങ്കിലും ഒരു മേഖലയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ വരുന്ന വഴിയിൽ നിന്ന് വഴിമാറി നടക്കേണ്ട അവസ്ഥയിലാണ് ഇന്നത്തെ പുരുഷന്മാർ. അവർ വഴിമാറൂല, അവർക്ക് ഹയാ ഇല്ല, ഹയാ തീരെ നഷ്ടപ്പെട്ടു. ലജ്ജ എന്ത് എന്നുള്ളത് ഈ തലമുറക്ക് അറിയാത്ത രീതിയിലാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ദീന് പഠിപ്പിക്കാത്തതും സ്വന്തം പഠിക്കാത്തതുമാണ്. യഥാർത്ഥത്തിൽ ഉലമാക്കൾ പറഞ്ഞു, ഒരു നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് ഏറ്റവും നന്നായി ദീന് പഠിക്കേണ്ടത് ഈ സമൂഹത്തിലെ സ്ത്രീകളാണ്, ഉമ്മമാരാണ്. കാരണം ഉലമാക്കൾ പറഞ്ഞെന്തോ, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ ആദത്തഹ, ഒരു ഉമ്മയാണ് ഒരു കുട്ടിയുടെ പ്രൈമറി സ്കൂൾ. അതുകൊണ്ട് ഉപ്പമാർക്ക് ബാധ്യതയില്ല എന്നല്ല പറയുന്നത്. പക്ഷെ സമൂഹത്തിലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നും മക്കളെ വീട്ടിൽ ദീന് പഠിപ്പിക്കാൻ നിന്നാൽ ബാക്കി മഈഷത്തിന്റെ കാര്യം നോക്കും, മറ്റു കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കും? അതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നല്ല, മറിച്ച് സ്ത്രീകൾ അവരുടെ ബാധ്യതകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവർ നിർബന്ധമായി നിർവഹിക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് മക്കളെ അദബ് പഠിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ, ഒരു ഉമ്മയാണ് ഒരു കുട്ടിയുടെ പ്രൈമറി സ്കൂൾ. യഥാവിധം അവരെ ദീനു പഠിപ്പിക്കുകയാണെങ്കിൽ അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി, അവർ യഥാർത്ഥത്തിൽ നല്ല സംസ്കാരമുള്ള ഒരു സമൂഹത്തെയാണ് അവർ വാർത്തെടുക്കുക. കാരണം നല്ലൊരു മകളെ നല്ലൊരു മകനെ ഉമ്മ വളർത്തിയെടുത്താൽ അങ്ങനെ നല്ലൊരു കുടുംബം ഉണ്ടാകും. അങ്ങനെ നല്ല ഒരുപാട് കുടുംബങ്ങളായാൽ അങ്ങനെ നല്ലൊരു സംസ്കാരമുള്ള സമൂഹം ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും നന്നായി ദീന് പഠിക്കുകയും മക്കളെ ദീന് പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ സമൂഹത്തിലെ സ്ത്രീകളാണ്. എന്ന് മാത്രമല്ല, വിവാഹവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് റസൂൽ പറഞ്ഞത്. എന്തിന്റെ കാര്യത്തിൽ? ഒന്ന് ധനം നോക്കും, രണ്ടാമത് തറവാട് നോക്കും, മൂന്നാമത് സൗന്ദര്യം നോക്കും. ഇത് 3ഉം നോക്കരുതെന്നല്ല റസൂൽ പറഞ്ഞത്, മറിച്ച് 4ാമതായി കാര്യം പറഞ്ഞത് എന്താ? 4ാമത്തെ കാര്യം ദീനാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു നീ എന്ത് ചെയ്യണം? ദീനുള്ളവളെ കൊണ്ട് തൃപ്തിപ്പെടണം. അതിന് നിനക്ക് കൈ മണ്ണ് പുരളേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ ഒരു ദീനുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് അല്പം നീ പ്രയാസപ്പെടേണ്ടി വന്നാലും ദീനുള്ളവളെ തെരഞ്ഞെടുക്കണം. അതുകൊണ്ട് സൗന്ദര്യം നോക്കണ്ടെന്നോ തറവാട് നോക്കണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് ദീനില്ലാതെ ഈ പറയപ്പെട്ട എന്ത് നോക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ദീനുണ്ടോ, സൗന്ദര്യമുണ്ടെങ്കിൽ പ്രശ്നമില്ല, ദീനുണ്ടോ തറവാടിത്തം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ദീനുണ്ടോ സമ്പത്തുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ദീനില്ലേ, ഈ 3 ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പരിഗണിക്കാൻ പറഞ്ഞത്. എങ്കിലെന്തുണ്ടാവും? ദീനുള്ള ദമ്പതിമാർക്ക് നല്ല ദീനുള്ള മക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് എന്താ? ഇദാ ജാഅകും മൻ തർളൗന ദീനഹു വഖുലുഖഹു, നിങ്ങളോട് ആരെങ്കിലും നല്ല സ്വഭാവമുള്ള നല്ല ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ പെൺകുട്ടികളെ അന്വേഷിച്ചു വന്നാൽ ഫൻകിഹൂഹു, എന്ത് ചെയ്യണം? അവന് നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കണം. ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ. അതല്ല, നിനക്ക് ദീനുള്ള നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ നിന്റെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നിട്ട് നീ അവളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് തകുൻ ഫിത്നതുൻ ഫിൽ അർദ്,
ഭൂമിയിൽ അതുകൊണ്ടുള്ള കുഴപ്പമുണ്ടാവും. ഫസാദുൻ കബീർ, വലിയ വലിയ കുഴപ്പങ്ങൾ, വലിയ വലിയ പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടായിത്തീരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും പെൺകുട്ടികളോട് ചോദിച്ചു നോക്ക്, ദീനുള്ളവരെ ഇന്നത്തെ പുതിയ തലമുറക്ക് വേണ്ട. എത്രയോ ആളുകൾ താടി വളർത്തിയതിന്റെ പേരിൽ, നെര്യാണിക്ക് മീതെ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് ആ ചെറുപ്പക്കാരെ വേണ്ട എന്നുള്ളതാണ്. അവരിഷ്ടപ്പെടുന്ന ഇന്നത്തെ മോഡേൺ സ്റ്റൈലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള കുഴപ്പങ്ങൾ ദുനിയാവിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും ദീനു പരിഗണിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, ദീനു പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുമ്പിലോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിച്ചതുപോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്നുള്ള കൽപ്പന നമ്മൾ ശിരസ വഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഗുണകാംക്ഷയോടുകൂടി സഹോദരിമാരെ, നിങ്ങളോട് ചില കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ്. ഒരുപാട് സ്ത്രീകളിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ, നമ്മളിപ്പോ 60ഓളം 65ഓളം ആളുകൾ ഈ പള്ളിയിൽ ദീനു പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം കൂറാനൊന്നുമില്ല. നമ്മളെ സമൂഹത്തിലെ സ്ത്രീകളുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലേ? സമൂഹത്തിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അള്ളാഹു ദീനിൽ ഫഖീഹ് നൽകും, പാണ്ഡിത്യം നൽകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ദീനു പഠിക്കാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ബാധ്യതകൾ മറ്റുള്ള സ്ത്രീകളെക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ദീനു പഠിക്കാൻ മുമ്പിലോട്ട് വന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഗൗരവത്തുള്ള ചില താക്കീതുകൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞെന്നറിയോ? ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ത്രീകളായിരിക്കും എന്നുള്ളതാണ്. അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അദ്ഹാ ഔ ഫിൽ ഫിത്ർ. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല പറയാണ്, ഒന്നുകിൽ ഈദുൽ ഫിത്ർ, ഒന്നെങ്കിൽ ബലിപെരുന്നാളിൽ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന് അല്ലാഹുവിന്റെ റസൂൽ മുസല്ലയിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം ഫമറ അലൻ നിസാ, ഖുതുബക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് അവരോടായി പറഞ്ഞു, യാ മഅശറൻ നിസാ, അല്ലയോ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളമായി സ്വതഖ ചെയ്യണം. കാരണം ഫഇന്നി ഉരീകുന്ന അക്തറ അഹ്ലിന്നാർ, ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് സ്ത്രീകളെ നിങ്ങളെയാണ്. സഹാബ വനിത പറയാണ്, ഫഖുൽന, ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, വബിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തു കാരണത്താലാണ് സ്ത്രീകളായ ഞങ്ങൾ കൂടുതൽ നരകത്തിൽ ഉണ്ടായത്? ഖാല, അന്നേരം റസൂലുള്ള പറഞ്ഞു, തുക്ഫിർനൽ ലഅന വതക്ഫുർനൽ അശീർ, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത്, ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നത് നിങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം നിഷേധിക്കുന്നതും നിങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ അനുജത്തിമാരെ, ഈ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകരുത്. അല്ലെ? കുടുംബനാഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവ യാഥാർത്ഥ്യമാണ്. വീട്ടിൽ എന്തെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ശാപവാക്കുകൾ ഏറ്റവും പെട്ടെന്ന് ഉപയോഗിക്കുന്നതാരാ? സ്ത്രീകളായിരിക്കും. നീ നശിച്ചു പോട്ടെ, ചത്തുപോട്ടെ, അങ്ങനെയുള്ള പല വാക്കുകളും അവർ ഉപയോഗിക്കും. ഇത് നിങ്ങളിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാകാൻ പാടില്ല. റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു, തക്ഫുർനൽ ലഅന, നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കും, പറയുമെന്നല്ല, അത് അധികരിപ്പിക്കും.
വതക്ഫുർനൽ അശീർ, നിങ്ങൾ കുടുംബബന്ധം നിഷേധിക്കും. ആ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉരീതുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫഇദാ അക്സറു അഹ്ലിഹാ അന്നിസാ, ആ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് എന്ന് റസൂൽ പറഞ്ഞു. യക്ഫുർന, നിങ്ങളുടെ കുഫർ കാരണത്താലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ ഉണ്ടായത്. ഖീല, റസൂൽ ചോദിക്കപ്പെട്ടു, അയക്ഫുർന ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടാണോ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിലായത്? ഖാല, അള്ളാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് റസൂൽ പറഞ്ഞെന്നറിയോ, യക്ഫുർനൽ അശീർ, നിങ്ങൾ കുടുംബബന്ധം നിഷേധിക്കും. അതുപോലെ തന്നെ വയക്ഫുർനൽ ഇഹ്സാൻ, നിങ്ങൾ നന്മകളെ നിങ്ങൾ നിഷേധിക്കും എന്ന് റസൂൽ വിശദീകരിച്ചു പറഞ്ഞു. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാകുന്ന അദ്ദഹർ ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ആണുങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരു ദഹർ, ഒരു കാലം മുഴുവനും നിങ്ങൾ സ്ത്രീകൾക്ക് നന്മ ചെയ്യും. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സ്ത്രീകൾ പറയുന്ന വാക്കെന്തെന്നറിയോ? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, ഏ മനുഷ്യ, നിങ്ങളിൽ ഒരു നന്മയും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു ദഹർ, ഒരു കാലം മുഴുവനും ഒരു സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് നന്മകൾ ചെയ്തു കൊടുത്തിട്ട് സാമ്പത്തികമായോ മറ്റെന്തെങ്കിലും ഒരു പ്രയാസം കാരണം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ പറയുന്നൊരു വാക്കാണ്. ഇതാണ് നിങ്ങൾ നരകത്തിൽ എത്തപ്പെടാനുള്ള കാരണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം സ്വർഗത്തിലും നിങ്ങളാണ് കൂടുതൽ, സ്വർഗത്തിലും നിങ്ങളാണ് കൂടുതൽ എന്ന് കാണാൻ സാധിക്കും. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു സന്ദർഭത്തിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ തർക്കമുണ്ടായി. തർക്കത്തിന്റെ വിഷയം എന്താണെന്നറിയുമോ? സ്വർഗത്തിൽ ആരാണ് കൂടുതൽ, പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അബൂ ഹുറൈറയോട് ചോദിക്കാം. കാരണം അബൂ ഹുറൈറ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ്. അബൂ ഹുറൈറയുടെ അടുത്തേക്ക് ഈ ആളുകൾ ചെന്നു. എന്നിട്ട് ഈ വിഷയം അബൂ ഹുറൈറയോട് പറഞ്ഞു. അബൂ ഹുറൈറയോട് പറഞ്ഞപ്പോ അബൂ ഹുറൈറ ഈ ആളുകളോട് പറഞ്ഞു, അബുൽ ഖാസിം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുഞ്ഞത്താണ്. അബുൽ ഖാസിം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ന അവ്വല സുബ്രത്തിൻ തദ്ഖുലുൽ ജന്നത അലാ സുവരിൽ ഖമരി ലൈലത്തുൽ ബദർ. അല്ലെ, വലിയൊരു സംഘം ആളുകൾ എന്ത് ചെയ്യും, പൂർണ്ണചന്ദ്രൻ ഉദിച്ച രാവിൽ ചന്ദ്രൻ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് ആ രൂപത്തിൽ എന്ത് ചെയ്യും, ആളുകൾ സ്വർഗത്തിലേക്ക് സുംറത്ത് സംഘങ്ങളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വല്ലത്തി തലീഹ അല അദ്വാഇ കൗകബ്. അതേപോലെ തന്നെ അതിനുശേഷം എന്ത് ചെയ്യും, നക്ഷത്രങ്ങൾക്ക് സമാനമായി ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലികുല്ലി ഇംറിഇൻ മിൻഹും സൗജതാനി ഇത്നതാൻ. ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന എല്ലാ ആളുകൾക്കും എന്തുണ്ടാവും, ഈ രണ്ട് സ്ത്രീകൾ ഉണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാണ്. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് ഹൂറുൽ ഈനിന് പുറമെയാണ്. അല്ലെ, സ്വർഗത്തിൽ ആളുകൾക്കുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നെന്താണ്, സ്വർഗത്തിൽ ഹൂറുൽ ഈനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഈ രണ്ട് സ്ത്രീകൾക്ക് അവർക്കുണ്ടാകും. പോരാത്തിനെന്തുണ്ട്, ഹൂറുൽ ഈനുമുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, സ്വർഗത്തിൽ അധികവും സ്ത്രീകളാണ്, അതേപോലെ തന്നെ നരകത്തിൽ അധികവും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ താക്കീതുകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹവായ ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകണമേ. അല്ലാഹുവെ, ജീവിക്കുന്ന കാലമത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവെ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്ത ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹുവേ, അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ നീ കരുണ കാണിക്കണം. അല്ലാഹുവേ നീ അവരുടെ കനിവ് കാണിക്കണം. അല്ലാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങളെ നല്ല നിലയിൽ പോറ്റി വളർത്തിയ
ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ, അവരുടെ എല്ലാവരെയും മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.